നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്രമാണ് ഇന്നത്തെ വിഷയം. പഞ്ചഭൂത തത്വങ്ങളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് വാസ്തു എങ്ങനെ അനുകൂലമാക്കാം, വാസ്തു ദോഷങ്ങൾ ഉള്ളത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ചകളിലുമൊക്കെ ആയിട്ട് നാം ചർച്ച ചെയ്തിരുന്നത്. ഇതിനു മുമ്പ് 4 വീഡിയോകൾ അത്തരത്തിൽ കൊടുത്തിരുന്നു. ഒന്ന് പൊതുവായിട്ടുള്ള സ്ഥാനദോഷങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളൊരു വീഡിയോ, കൂടാതെ പ്രധാന വാതിലിന്റെ വാസ്തുദോഷം, അടുക്കളയുടെ സ്ഥാനം, ജലാശയങ്ങളുടെ സ്ഥാനം എന്നീ ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിഷയത്തെ 4 വീഡിയോകളിലായിട്ട് ചെയ്തിരുന്നു. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. പലപ്പോഴും വീട് വെച്ച് കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും നാം വാസ്തു അനുകൂലമല്ലാതെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം അത് പൊളിച്ചു കളയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. അങ്ങനെ പൊളിച്ചു പണിയലില്ലാതെ എങ്ങനെ നമുക്ക് ലളിതമായിട്ട് പഞ്ചഭൂത തത്വങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് വാസ്തു ആ ദോഷങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ള വിഷയമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ആ വിഭാഗത്തിലെ 5ാമത്തെ വീഡിയോ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പഞ്ചഭൂത തത്വങ്ങളെ അനുകൂലമാക്കി ക്രമീകരിച്ചുകൊണ്ട് ശൗചാലയങ്ങളുടെ സ്ഥാനദോഷം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള വിഷയമാണ് ഇന്നത്തേത്. വാസ്തുശാസ്ത്ര പ്രകാരം ടോയ്ലറ്റുകൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരം നിർമ്മിതിയിൽ അപാകതയുണ്ടാകുന്ന പക്ഷം ആ ഗ്രഹത്തിൽ അലോസരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ടോയ്ലറ്റുകൾ അഥവാ ശൗചാലയങ്ങൾ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ചില സാഹചര്യങ്ങൾ മൂലം നമുക്ക് അതിന് സാധിക്കാതെ വന്നിട്ടുണ്ട് എങ്കിൽ അത് പൊളിച്ചു മാറ്റി കളയുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ ചെലവേറിയ കാര്യമായതുകൊണ്ട് അതിനെ എങ്ങനെ ലളിതമായി പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. അതിനായിട്ടാണ് നാം പഞ്ചഭൂത തത്വങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ള വിഷയത്തിലേക്ക് കടന്നത്. വാടക വീടുകളിലും ഫ്ലാറ്റുകളിലും ഒക്കെ താമസിക്കുന്നവർക്ക് ഇതേ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇപ്രകാരം ദോഷസ്ഥാനത്ത് പണിഞ്ഞിരിക്കുന്ന ടോയ്ലറ്റുകളുടെ പരിഹാരം ആണ് ഇന്നത്തെ വീഡിയോയിലെ നിർദ്ദേശം. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സ്ഥാപനങ്ങളിലെ ടോയ്ലറ്റുകളുടെ കാര്യവും ഇത്തരത്തിൽ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് മൂലകളിൽ ഒന്നും തന്നെ ടോയ്ലറ്റ് പാടില്ല എന്നാണ് ശാസ്ത്രം വിധിക്കുന്നത്. കൂടാതെ കിഴക്ക് വശത്ത് ഒരിടത്തും ടോയ്ലറ്റ് പരമാവധി കൊടുക്കാതിരിക്കുക എന്നാണ് വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നത്. മേൽപ്പറഞ്ഞ ദോഷസ്ഥാനങ്ങളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകളിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വാടക വീടുകളിലോ ഒക്കെ താമസിക്കുന്നവര് ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ആ ശൗചാലയത്തിന് ഉള്ളിലെ കിഴക്കേ ഭിത്തിയിലായിട്ട് ഒരു മുഖക്കണ്ണാടി സ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കൂടാതെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പൊതുദോഷങ്ങളുടെ പരിഹാരമായിട്ട് നമ്മളുടെ ഗ്രഹത്തിലെ സാധന സാമഗ്രികൾ ഭാരം കുറഞ്ഞവയും ഭാരം കൂടിയവയും എന്ന് 2ആയിട്ട് തിരിച്ച്, ഭാരം കൂടിയ സാധന സാമഗ്രികൾ തെക്ക് പടിഞ്ഞാറേ മൂലയിലും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ട് ക്രമീകരിക്കുകയും ഭാരം കുറഞ്ഞ സാധന സാമഗ്രികൾ വടക്ക് കിഴക്ക് മൂലകളിലുമൊക്കെ ആയിട്ട് ക്രമീകരിക്കുകയും മേൽപ്പറഞ്ഞ വടക്ക് കിഴക്കേ ഭാഗവും തെക്ക് പടിഞ്ഞാറേ ഭാഗവും വൃത്തിയോടുകൂടി സൂക്ഷിക്കുക എന്നുള്ളതും പ്രധാനമാണ്. പഞ്ചഭൂത ക്രമീകരണത്തിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൂടാതെ വ്യാഴത്തിന്റെ മന്ത്രം ജപിക്കുക. ഗ്രഹനാഥനും ഗ്രഹനാഥയും സ്ഥിരമായിട്ട് വ്യാഴമന്ത്രത്തെ ജപിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വടക്ക് കിഴക്കിന്റെ ദേവതയാണ് വ്യാഴം. ഈശാനകോണ് എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴത്തിന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിലും ഈ പറഞ്ഞ വാസ്തുദോഷ പരിഹാരങ്ങൾക്കുമൊക്കെ ആയിട്ട് ഈ മന്ത്രങ്ങളെ ജപിച്ചുകൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്താം. ഇത്തരത്തിൽ ടോയ്ലറ്റുകളുടെ സ്ഥാനദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴമന്ത്രത്തെ ചൊല്ലുക. വ്യാഴമന്ത്രത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദേവാനാംച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. ദേവാനാംച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. ദേവാനാംച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. ഇപ്രകാരം ഈ മന്ത്രത്തെ ഗ്രഹനാഥനോ ഗ്രഹനാഥയോ സ്ഥിരമായിട്ട് ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പൊളിച്ചുമാറ്റലുകൾ ഇല്ലാതെ നമുക്ക് വാസ്തു അനുകൂലമാക്കാം. ശൗചാലയങ്ങളുടെ സ്ഥാനദോഷത്തെ നമുക്ക് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തായി കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതുവഴി നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണുവാനായിട്ട് സാധിക്കും. പഞ്ചഭൂത തത്വങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഐശ്വര്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകും. നമുക്ക് ഇത്തരത്തിൽ മറ്റു വീഡിയോകളുമായി വീണ്ടും ഞാൻ എത്തുന്നതാണ്. പഞ്ചഭൂത തത്വങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് മറ്റു ദോഷങ്ങൾ കൂടി എങ്ങനെ പരിഹരിക്കാം എന്നുള്ള വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.